അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തതെന്ന് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ. നീ ബുദ്ധിയുള്ളവനാണ്, കഴിവുള്ളവനാണ്, ചിന്തിക്കാൻ കഴിവുള്ളവനല്ലേ, എന്തേ ചിന്തിക്കാത്തത്? എന്തേ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എത്രയെത്രയോ വഴിപിഴച്ചവരെ നന്നാക്കിയത് ഖുർആനാണ്. എത്രയെത്രയോ വഴിതെറ്റി നടന്നവർ ഒരിക്കലും നന്നാകില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ എഴുതി തള്ളിയവർ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ കാട്ടാളനായിരുന്നല്ലോ. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ, മുത്തുനബിയുടെ തലയെടുക്കാൻ പോയ മനുഷ്യനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. പടച്ചറപ്പേ, ഉമർ മുസ്ലിമാ എന്ന് ജനങ്ങൾ അയൽവാസികളോട് പറഞ്ഞപ്പോ ഉമറിന്റെ വീടിന്റെ ചാരത്തുള്ളവരോട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. ജനങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഈ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. ഈ കഴുത മുസ്ലിമാ എന്ന് പറ, ഈ കഴുത മുസ്ലിമാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഉമർ അത്ര കാട്ടാളനായിരുന്നു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കുന്നതിന് വേണ്ടി പോകുമ്പോഴാണ് തന്റെ കൂടപ്പിറപ്പ്, തന്റെ സഹോദരി മുസ്ലിമാ എന്നറിയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടപ്പിറപ്പിന്റെ വീടിനകത്തേക്ക് ഓടി വരികയാണ്. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ വീടിനകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാ. ശരീരം മുഴുവനും രക്തമൊഴുകിയിട്ട് തന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പ് കിടക്കുമ്പോ ഉമർ തങ്ങൾ ചോദിക്കുന്നു, ഞാൻ വന്നപ്പോ നിങ്ങൾ എന്തോ പാരായണം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, എന്തോ നിങ്ങൾ ഓതുന്നുണ്ടായിരുന്നല്ലോ, എനിക്കൊന്ന് ഓതി തരുമോ? എന്താണ് നിങ്ങൾ പാരായണം ചെയ്തതെന്ന് പറഞ്ഞു തരുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരി ഉണ്ടല്ലോ, അവിടെന്ന് പറയുകയാ, പോയി കുളിച്ചൊരുങ്ങിയിട്ട് വരാൻ. അല്ലാഹുവേ, ഉമർ തങ്ങൾ പോയി കുളിച്ചൊരുങ്ങി അടുത്തേക്ക് വന്നപ്പോ സഹോദരി ഓതിക്കൊടുക്കുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹയുണ്ടല്ലോ, അവിടെ ആ ത്വാഹയുടെ കുറച്ച് ആയത്തുകൾ അങ്ങ് ഓതിക്കൊടുത്തപ്പോ ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഉമർ തങ്ങൾ കടന്നു ചെല്ലുകയാ. സ്വഹാബികൾ പേടിച്ച് വരണ്ടുപോയി. ഖത്താബിന്റെ മകൻ ഉമർ വരുന്നത് കണ്ടപ്പോ സ്വഹാബികൾ ഇങ്ങനെ പേടിച്ചു മാറി നിൽക്കുകയാണ്. ചിലരൊക്കെ പടച്ചവനെ റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ വരികയാണ് എന്ന് കരുതിയിട്ട് സ്വഹാബികൾ ഉറയിൽ കിടന്ന വാളൂരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എല്ലാവരും മാറി നിൽക്കാൻ. പടച്ചവനെ, ഉമർ തങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് സ്വഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ ആ ഉമർ തങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ. ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ അറിയുമല്ലോ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊള്ളക്കാരുടെ നേതാവാണ്. പടച്ചവനെ, കള്ളു കുടിച്ചു പെണ്ണ് പിടിച്ചു നടക്കുന്ന കൊള്ളക്കാർ, ആ കൊള്ളക്കാരുടെ നേതാവാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ, ആ പെണ്ണിനോട് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ആഗ്രഹം അവിടെ നിന്ന് സാധിക്കുമായിരുന്നു. ആ പെണ്ണിനെ ഇവിടെ നിന്ന് കീഴ്പ്പെടുത്തുമായിരുന്നു. അവസാനം ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവേ, ഒരു പെണ്ണിനോട് വല്ലാത്ത സ്നേഹം തോന്നുകയാണ്. അവസാനം ആ പെണ്ണിന്റെ വീടിനകത്ത് കടന്നു ചെന്നിട്ട് തന്റെ ആഗ്രഹത്തിന് വഴങ്ങാതെ വന്നപ്പോ ആ പെണ്ണിനെ
എവിടെന്ന് പീഡിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ശാരീരികമായ പെണ്ണിനെ കീഴ്പ്പെടുത്തി എന്നിട്ട് ആ പെണ്ണുമായിട്ട് വ്യഭിചരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരുമ്മ ഖുർആൻ ഓതുകയാ. ഇപ്പുറത്തെ വീടിനകത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അതാ ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ബലാത്സംഗം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോ അടുത്ത വീടിനകത്തിരുന്നൊരു കുമ്മ ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതുന്നത്? ഏത് ആയത്താണ് ഓതുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ കാണുക. അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത് അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ചെവിയിൽ ഇങ്ങനെ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുകയാ. അല്ലാഹുവേ, ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ എഴുന്നേൽക്കുകയാണ്. താൻ ആഗ്രഹിച്ച് കിട്ടിയ പെണ്ണിന്റെ ശരീരത്തിന്റെ ചാരത്ത് നിന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ്. പടച്ചവനെ, ആ ഖുർആനിൽ അല്ലാഹു ചോദിക്കുകയാ, നന്നാകാ സമയമായില്ലേ? ഇതൊക്കെ ഒന്ന് നിർത്താ സമയമായില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് ലോകമറിയുന്ന പണ്ഡിതനായി മാറിയെന്ന ചരിത്രം പറയുമ്പോ എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ അല്ലാഹു ഒരുപാട് മുന്നറിയിപ്പുകളും താക്കീതുകളും ഉപദേശങ്ങളും ഒരുപാട് പ്രതിഫലങ്ങളും അല്ലാഹു പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇതൊന്നും അല്ലാഹു നമ്മളോട് പറയുന്നതല്ല. ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാർ അർത്ഥം പറയുമ്പോൾ ഇതൊക്കെ ഇവർക്ക് മാത്രം ഉള്ളതാ, നമുക്കൊന്നുമല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു തരുമ്പോൾ ഇത് വേറെ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി കുറെ പ്രായമുള്ളവർക്കും കുറെ ഉസ്താദന്മാർക്കും വേണ്ടി മാത്രമുള്ളതാണ് എന്ന് കരുതിയവരോട് നിസ്സാരമാക്കി കളയുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ പലരും ചിന്തിക്ക്, നമുക്കതിന്റെ മഹത്വവും അതിന്റെ പവിത്രതയും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഉള്ളതാണ്. നമ്മൾ ഉച്ചയ്ക്കും ഖുർആനെ കുറിച്ച് പഠിച്ചവരാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതിനെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. അതിന് നൽകേണ്ട പരിഗണന ഞാനും നിങ്ങളും നൽകാതെ വരുമ്പോൾ ഇങ്ങനെ ആയത്തുകൾ കേട്ട് കളയുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അള്ളാഹു നമ്മളോട് പറയുന്ന, ഖുർആനിലൂടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിസ്സാരമാക്കി കളയുക, അവഗണിക്കുക. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യുക. നിസ്സാരമാക്കി കളയുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ, എങ്ങനെയാണ് അള്ളാഹു അവരെ പരിചയപ്പെടുത്തിയത്, പഠിച്ചിട്ട് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഖബറിനകത്ത് ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ലാത്തള്ളലാണത് കൊണ്ട്. ഇവിടെ കൊതുവല്ലേ ഉള്ളൂ, അവിടെ പാമ്പുകളും തേളുകളുമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ അതൊക്കെയല്ലേ ഉള്ളൂ, നമുക്കതിനകത്ത് ഭയാനകമാണ്. അള്ളാഹു അലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഓഫീസ് റൂമിനകത്തിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നപ്പോൾ ആ കത്തിച്ചു വെച്ചിരുന്ന വിളക്കിൻ്റെ ചരിത്രം കഴിഞ്ഞ വെള്ളിയാഴ്ച പഠിച്ചവരാ നമ്മൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതൊക്കെ നല്ല കാര്യമായതുകൊണ്ട് എങ്കിലും ഒരു മനസ്സമാധാനത്തിന്, ഒരു ആവശ്യത്തിന് തണുപ്പായി നിർത്തിയേക്കാം. അള്ളാഹു നമ്മുടെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി തരുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാത്തവർക്ക് അള്ളാഹ് അവരെ കുറിച്ച് പറയുകയാണ്. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞു തരികയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ
വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട്, ഖുർആനിന്റെ മുന്നറിയിപ്പുകൾ കേട്ടിട്ട്, ആ ഖുർആൻ ഉപദേശങ്ങൾ കേട്ടിട്ട് പടച്ചവനെ പരിഗണിക്കാത്തവർ, നിസാരമാക്കുന്നവർ, അതിനെ വെറുതെ അവഗണിച്ചു കളയുന്നവർ, വേറെ പണിയില്ലേ എന്ന് ചിന്തിക്കുന്നവരെ അല്ലാഹു പറയുകയാ ഫഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അല്ലാഹു അവിടുന്ന് അങ്ങനെയുള്ളവരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, നിന്നെക്കാളും ഏറ്റവും വലിയ അക്രമി ആരാവുള്ളത്? അല്ലാഹു പറയുകയാണ്, നീയാണടാ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി, നീയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ആയത്തുകൾ കേട്ടിട്ട്, ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാത്തവൻ നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാതെ വള്ളി പൊളിച്ചവനോ ജയ് വിളിക്കുന്നവനോ കൊല്ലാൻ വരുന്നവനോ ഒന്നുമല്ല. അല്ലാഹു പറയുകയാണ്, നീയാണ് ഏറ്റവും വലിയ അക്രമി. എടാ, എന്റെ ഖുർആൻ, എന്റെ സംസാരം, എന്റെ കൽപ്പനകൾ നിസ്സാരമാക്കി കളയുന്ന നിന്നെക്കാളും വലിയ അക്രമി ആരാടാ? നിന്നെക്കാളും വലിയ ദ്രോഹി ആരാ എന്ന് ചോദിക്കുകയാ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കള്ളുകുടിയും വ്യഭിചാരവും പലിശയും, എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് ഖുർആൻ എല്ലാം വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനകൾ, നിസ്കരിക്ക്, നോമ്പ് പിടിക്ക്, ഖുർആൻ ഓത്, സദക്ക കൊടുക്ക്, എന്നെ പേടിച്ച് നടക്ക്, കള്ളു കുടിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, പലിശ തിന്നല്ലേ, നിസ്കാരം മുടക്കല്ലേ, തോന്നിവാസം കാണിക്കല്ലേ, അഹങ്കാരിയെ പോലെ ജീവിക്കല്ലേ, അക്രമം പ്രവർത്തിക്കല്ലേ. അല്ലാഹുവിന്റെ കൽപ്പനകളും അല്ലാഹുവിന്റെ നിരോധനങ്ങളും പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ചരിത്രം ഉൾപ്പെടെ പറയുന്നില്ലേ? എടാ, ഈ ലോകത്ത് നിന്നെക്കാളും വലിയ കൊലകൊമ്പന്മാര് ജീവിച്ചിരുന്നു. അവന്മാരൊക്കെ എന്താ സംഭവിച്ചത് എന്ന് വായിച്ചു നോക്കടാ. കഥപുസ്തകമല്ലല്ലോ ഖുർആൻ. അല്ലാഹു പറയുന്നു, നിന്നെക്കാളും വലിയ ആരോഗ്യവാന്മാരും ആയുസ്സുള്ളവന്മാരും ഇവിടൊക്കെ ജീവിച്ചു പോയില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രായം എത്ര? 950. നമ്മുടെയോ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രായം എത്ര കാക്കാമാരെ? എത്ര? 950 വയസ്സ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെയോ? നമ്മൾ മാക്സിമം പോയി എവിടെ വരെ പോകും? 100, 102, 103 ആയ ഗിന്നസ് ബുക്കിൽ കയറും. അത്ര തന്നെ. നമ്മുടെ ആയുസ് എത്രയേ ഉള്ളൂ? 950 വർഷക്കാലം. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. നിങ്ങൾ ഈ മക്കാമുകളിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഞാൻ വിചാരിക്കണം നമുക്ക് ഏറ്റവും വലിയ നീളം അല്ലേ? നമ്മൾ വിചാരിക്കണത് നമുക്ക് ഇവിടെ ചില മക്കാമുകളിൽ, മുത്തുപ്പേട്ടയിലൊക്കെ പോയി നോക്കിയാൽ ദാവൂദുൽ ഹക്കീം വലിയുല്ലാഹി മുത്തുപ്പേട്ട, അള്ളാഹു അവിടുത്തെ മഹാനവരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ഉറൂസ് വരുന്നു, പോയി നോക്കിക്കോ, ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ നീളമുണ്ട് അവിടുത്തെ ഖബറിന്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളവർ ജീവിച്ചിരുന്നില്ല. അതിനേക്കാളും മുന്നിലേക്ക് ചിന്തിച്ചു ഓരോ പ്രവാചകർ, എത്ര വലിയ കൊലകൊമ്പന്മാര്. പടച്ചവനെ, ഈ അബൂജഹലിന്റെ ഒക്കെ കഥ പറയുന്നുണ്ട്. അബൂജഹലിന്റെ കഥ പറയുമ്പോൾ അബൂജഹലൊക്കെ ആരായിരുന്നെന്നറിയും? എന്തൊരു ആരോഗ്യവാനായിരുന്നു. ഈ ആന വീഴുന്നത് പോലെ അബൂജഹൽ വീഴുന്ന ചരിത്രം പഠിക്കുക. അബൂജഹലിന്റെ തല വെട്ടിക്കൊണ്ടുവരുന്ന സ്വഹാബി, അവിടെ നിന്ന് ചരിത്രം പറയുക, അബൂജഹൽ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായപ്പോ ഒന്ന് നെഞ്ചത്ത് കയറിയിരിക്കാൻ എത്ര കഷ്ടപ്പെട്ടു എന്ന്. അത്രയ്ക്കും വലിയ ശരീരമുണ്ടായിരുന്നു ഇത്രവനൊക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്കാരുടെ ശബ്ദം, ഒരു സ്വഹാബി ഒന്ന് വിളിച്ചാൽ കിലോമീറ്ററുകളോളം കേൾക്കുമായിരുന്നു. അത്രയും വലിയ ശബ്ദമുള്ളവർ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അപ്പൊ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നുമല്ല. നമ്മുടെ മുൻഗാമികളുടെ സംഭവങ്ങൾ, ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആരുമല്ല. അപ്പൊ അല്ലാഹു പറയുകയെ, അങ്ങനെ നടന്നവന്മാരെ പോലും ഞാൻ എന്താ ചെയ്തത് എന്ന് ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞു തരുന്നു. എന്നിട്ട് പോലും പഠിക്കാത്ത നിന്നെക്കാളും അക്രമി ആരാടാ? നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അക്രമി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഒന്നാമതായി പറയുകയാ,
അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങൾ 6000-ൽ പരം വരുന്ന ഖുർആനിന്റെ ആയത്തുകളുണ്ടല്ലോ. ഇതിനകത്ത് അല്ലാഹു പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കുന്നവര്, അതിനെ അവഗണിക്കുന്നവര്, അതിനെ പരിഗണിക്കാത്തവര്, നിന്നെ കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ പറയുകയാ, ലോകത്തിലെ ഏറ്റവും വലിയ അക്രമിനിയാടാ, നിന്നെക്കാലം നന്ദി കെട്ടവനില്ല, നിന്നെക്കാലും വഴിപഴച്ചവനില്ല, നിന്നെക്കാലും മോശക്കാരനില്ല, നീയാണ് ഏറ്റവും വലിയ അക്രമി എന്നല്ലാന്റെ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഒന്നാമതായി പറയുകയാ. രണ്ടാമത്തെ കാര്യമുണ്ട്, വ്യക്തമായി കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവര്. നമ്മൾ പലരും ചോദിക്കുമല്ലോ, ഉസ്താദ് എല്ലാവരും നന്നായി, ഇവൻ നന്നാകാത്തതെന്താ? നമ്മളൊക്കെ ചോദിക്കുമല്ലോ, എത്ര വഴുത് കെട്ട് എന്തെല്ലാം പറഞ്ഞു കൊടുത്ത് എന്നിട്ട് ഇവൻ നേരെയാകുന്നില്ലല്ലോ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പോലും പരസ്യമായി വീടിയും വലിച്ച് നടക്കുന്നല്ലോ. വെള്ളിയാഴ്ച പോലും പള്ളി കയറുന്നില്ലല്ലോ. വെള്ളിയാഴ്ചയും 27-ാം രാവ് ഒരുമിച്ച് വന്നിട്ട് കയറുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവൻ നന്നാകാത്തത്? നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കും, മോളെ മാതാപിതാക്കളെ കരയിപ്പിക്കരുത്, ഇസ്ലാം നീ വലിയ ദീന, എന്തൊക്കെ പറഞ്ഞാലും വെട്ടിയിട്ടതുപോലെ അവിടെ തന്നെ ഇരിക്കും, വല്ല മാറ്റമുണ്ടോ? ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ചിലരോട് എന്തു പറഞ്ഞാലും അവരുടെ തലയ്ക്കകത്ത് കേറൂല, അവരുടെ ഹൃദയത്തിൽ കേറൂല? കാരണം എന്താ? ഖുർആൻ പറയാം, അല്ലാഹു പറയുകയാ, എത്ര മാതാപിതാക്കൾ പറഞ്ഞിട്ടും മക്കൾ അനുസരിക്കുന്നില്ല. അവസാനം മാതാപിതാക്കൾ തന്നെ വിട്ടുകഴിഞ്ഞു. ഇനി അവനെ പറഞ്ഞിട്ട് ചിലർ പറയുന്നു, ഇനി ദൈവം നേരിട്ട് വന്നാൽ ഇവൻ നന്നാവില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയരുതെന്നാ. എങ്കിലും നമ്മളങ്ങനെ പറയാറുണ്ട്. എന്തേ അതിന്റെ കാരണം? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടു. ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സംഭവങ്ങളും ഒരുപാട് വഅദുകളും കേട്ടു. പക്ഷേ ജീവിതത്തിൽ മാറ്റം വരാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, പടച്ച റബ്ബേ, പിന്നീട് സത്യം അവന്റെ ഹൃദയത്തിന്റെ അകത്തിറങ്ങൂല, അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പിന്നെ ഒരു വെളിച്ചം കടന്നു പോകൂല. അല്ലാഹുവിന്റെ ഖുർആനിനെ നിരോധിക്കും, നിഷേധമാക്കുന്നവർ, ആ ഖുർആനിനെ നിസ്സാരമായി കാണുന്നവർ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്ന കൽപ്പനകൾ അനുസരിക്കാത്തവർ, അതിനെ നിസ്സാരവൽക്കരിക്കുന്നവരെ അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ എന്താ? വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദന്നബദാ. പിന്നെ ഒരിക്കലും നിനക്ക് ഹിദായത്ത് കിട്ടൂല, പിന്നെ ഒരിക്കലും നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നന്മ കേറൂല. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ആയത്തുകളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും അതാ പടച്ചവന്റെ ഖുർആൻ പറഞ്ഞു തരുമ്പോ അതിനെ നിസ്സാരമാക്കിയവർ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? പടച്ച റബ്ബേ, അവന്റെ ഹൃദയം അങ്ങ് മൂടി വെക്കുകയാ. അവന്റെ ചെവിയുണ്ടല്ലോ, അത് ഭാരം കൊണ്ട് അല്ലാഹു അടച്ചു കളയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആനിനെ നിഷേധിക്കുന്നവർ, അതിനെ അവഗണിക്കുന്നവർ, അതിനെ നിസ്സാരമാക്കി കളയുന്നവൻ അല്ലാഹു അവന്റെ ഹൃദയം അങ്ങ് അടയ്ക്കും. ചെവി രണ്ടും അടച്ചു വെക്കും, പിന്നെ ഒന്നും നീ കേൾക്കൂല. ഈ ചെവി അല്ലാഹു അടച്ചു കഴിഞ്ഞാൽ, നിന്റെ ഹൃദയം അല്ലാഹു സീല് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇനി എന്തൊക്കെ ഉപദേശം വന്നാലും കേറുവോ? കേറൂല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതത്ര നിസ്സാരമുള്ള കാര്യമല്ല. നിങ്ങൾ ചിന്തിക്ക്, അല്ലാഹു ഇത് രണ്ടും അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെ നന്നാക്കാൻ ആരെ കൊണ്ടാ പറ്റുക? അതുകൊണ്ട് തന്നെയാണ് പലരെയും നന്നാക്കാൻ പറ്റാത്തത്. എത്ര വഅദുകളും എത്ര നസീഹത്തുകളും എത്ര മരണങ്ങളും എത്ര ദുരന്തങ്ങളും കണ്ണിൻ്റെ മുന്നിൽ കണ്ടാലും നന്നാകാത്ത എത്രയോ പേരുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്തേ? അല്ല പറഞ്ഞതിനെ മുഴുവനും നിസ്സാരമാക്കിയതിന് അല്ലാഹ് അവന് കൊടുത്ത ശിക്ഷയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കണം, ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ടോ?
ആ കൂട്ടത്തിൽ നമ്മളുമുണ്ടോ എന്ന് നമ്മളും ചിന്തിച്ചു നോക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ആ ഉത്ബോധനം ചെയ്യപ്പെടുമ്പോൾ അത് സ്വീകരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാത്തവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ ശിക്ഷയെക്കുറിച്ചാണ് ഖുർആൻ എവിടെന്ന് പറയുന്നത്. അള്ളാഹു അവരുടെ കാതുകളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹു മൂടിവെക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഅ്തൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാവൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം നീ ശ്രദ്ധിക്കുക. അല്ലാഹു പറയുന്നു, വഇദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഅ്തൂനനി. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ജനങ്ങളെ, നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? പ്രബോധനമായി കടന്നു ചെന്നപ്പോ മൂസാ നബി ഉപദ്രവിച്ചവരോട്, കളിയാക്കിയവരോട് മൂസാ നബി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ നിങ്ങളിലേക്ക് അല്ലാഹു അയക്കപ്പെട്ട ഒരു ദൂതനാണ്. നിങ്ങൾക്കറിയുമല്ലോ ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന്. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തുന്നത്, നിങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നത്? അങ്ങനെ അവർ തെറ്റിയപ്പോൾ അല്ലാഹുവേ മൂസാ നബിയെ പിന്നെയും പിന്നെയും അവർ ഉപദ്രവിച്ചപ്പോ അല്ലാഹു അവരുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളഞ്ഞു. അല്ലാഹു അവരെ ദുർമാർഗികളാക്കി കളഞ്ഞു. പടച്ചവനെ, അതാ മൂസാ നബി അലൈഹിസ്സലാമിനെ അവർ ഉപദ്രവിച്ചപ്പോൾ, അവരെ കളിയാക്കിയപ്പോൾ, അവര് മൂസാ നബിയെ വേദനിപ്പിച്ചപ്പോ, അവര് പറയുന്നത് അനുസരിക്കാതെ വന്നപ്പോ അല്ലാഹു അവരുടെ തല തിരിച്ചു കളഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിസാരമാക്കുന്നവരോട് അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ ശിക്ഷ, നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദീനിറങ്ങൂല, ഹിദായത്തിന്റെ വെളിച്ചം വരൂല, പിന്നെ നീ രക്ഷപ്പെടൂല. ഏതുപോലെ എന്നറിയുമോ? ശപിക്കപ്പെട്ട ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അവനെ പോലെ പിന്നെ ഒരിക്കലും ഹൃദയത്തിന്റെ അകത്ത് കേറൂല. അവൻ അല്ലാഹുവേ എന്തുകൊണ്ടാ? ഇബ്ലീസിന്റെ ചരിത്രം എടുത്തു നോക്ക്. ഇബ്ലീസിനോട് ഇപ്പം ചോദിച്ചാൽ ഓൻ പറയും, ഞാനാണ് ആദമിനെക്കാളും വലിയവനെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത്രയൊക്കെ വന്നിട്ട് പോലും അല്ലാഹു അവനെ ശപിച്ചു, അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഇത്ര ചെയ്തിട്ടും ഇബ്ലീസ് ഇപ്പോഴും അംഗീകരിക്കുന്നില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്ന്. അതന്നെ, എന്ത് ചെയ്താലും, കൈയിട്ട് വാരിയാലും എന്തൊക്കെ ചെയ്താലും ഞാൻ ചെയ്യുന്നത് തന്നെ ശരി, ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ തയ്യാറാകില്ല. അതങ്ങനെ അല്ലാഹു അവൻ്റെ ഹൃദയം അടച്ചു കളഞ്ഞു, ചെവികൾ അല്ലാഹു മൂടി വെച്ചു കളഞ്ഞു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഉപദേശിക്കാൻ പോകുമ്പോൾ പറയത്തില്ലേ, നീ നിന്റെ പണി നോക്കടാ, എൻ്റെ കാര്യം നോക്ക, നീ നിന്റെ കാര്യം നോക്ക് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, ഓൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം എന്തേ? അതങ്ങനെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ മൂന്നാമതായി പറയുകയാണ്, ഖുർആനിന്റെ ആയത്തുകൾ നിസ്സാരമാക്കി കളയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ കാര്യം, അല്ലാഹു പറയുകയാണ്, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. ഞാൻ പറയുന്നത് ഹദീസല്ല, ഖുർആനിന്റെ ആയത്ത് തന്നെയാ. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെയാണ്. അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹു നിനക്ക് കഠിന ശിക്ഷ വെച്ചിട്ടുണ്ട് മനുഷ്യ, ഏറ്റവും ഭയാനകമായ ശിക്ഷ, നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത ശിക്ഷ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഒരുക്കി വച്ചിരിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ തയ്യാറി വെച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കഠിനമായ ശിക്ഷയുണ്ടല്ലോ. എന്റെ കലാമിനെ നിഷേധിച്ചവൻ, എന്റെ കലാമിനെ നിസാരമാക്കിയവൻ, എന്റെ കൽപ്പനകൾ അവഗണിച്ചവൻ,
എന്നെ മറന്നു നടന്നവൻ, എന്നെ നീ എന്നോട് ധിക്കാരം കാണിച്ചവനാണല്ലോ, നിനക്ക് ഞാൻ കഠിനമായ ശിക്ഷയാണ് വച്ചിരിക്കുന്നത്. അല്ലാഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, വമൻ യുഅരിദ് അൻ ദിക്രി റബ്ബി യസ്ലുകുഹു അദാബൻ സഅദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്റെ രക്ഷിതാവിന്റെ ഉത്ബോധന വിട്ടുകൊണ്ട് ആരാണോ തിരിഞ്ഞു കളയുന്നവൻ, അവന് പ്രയാസകരമായ ശിക്ഷ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസാരമല്ല, കഠിനമായ ശിക്ഷയാണ് അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞതല്ല, മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആനാ. നിനക്ക് കഠിനമായ ശിക്ഷ വെച്ചിട്ടുണ്ട്. നിന്നെ അല്ലാഹു ഉപമിക്കുകയാണ്. അല്ലാഹു നിന്നെ ഉപമിക്കുകയാ. എന്തിനോടാണ് ഉപമിച്ചത്? എന്തിനോടാണ് അല്ലാഹു നിന്നെ ഉപമിച്ചത്? ഫമാലഹും അനിത്തദ്കിറതി മുഅ്രിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനവഗണിക്കുന്ന മനുഷ്യ, നിന്നെ അല്ലാഹു കഴുതേ എന്ന് വിളിക്കുകയാ. അല്ലാഹു പറയുകയാണ്, ഖുർആൻ കേട്ടിട്ട് ആ ഖുർആനിനെ അവഗണിക്കുന്നവനെ നമ്മൾ വിളിക്കാറില്ലേ കഴുത, കഴുത, കഴുത ഇല്ലേ? അവൻ കഴുതയെ പോലെയാണെന്ന്. ഇതെവിടെ നിന്ന് കിട്ടിയതാ? ഖുർആനിൽ നിന്ന് കിട്ടിയതാ. അല്ലാഹു പറയുകയാണ്, എൻ്റെ ആയത്തുകൾ, എൻ്റെ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടിട്ട്, എൻ്റെ കലാമ് കേട്ടിട്ട് അതിനെ നിസാരമാക്കുന്നവൻ, പരിഗണിക്കാത്തവൻ, കഅന്നഹും ഹുമുറും മുസ്തൻഫിറ, കഴുതയോട് അല്ലാഹു അവനെ ഉപമിക്കുകയാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാണ് കണ്ടിങ്ങനെ ചുമന്നോട്ട് നടക്കും. അജ്മീറൊക്കെ പോയപ്പോൾ കണ്ടില്ലേ കഴുത? അല്ലാഹുവേ, കുറേ കട്ട വാരി തോളി വെച്ച് കൊടുക്കും. അതിങ്ങനെ പോവാ, കൊണ്ടുപോകും, ഒന്നും അറിയില്ല. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ അതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ചുമട് കൊണ്ടുപോയി, തിരിച്ചു വന്നപ്പം ഈ കൊണ്ടുവരുന്ന പയ്യൻ തന്നെ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുക. അതുകൊണ്ട് അതിനൊന്നും അറിയില്ല, എന്ത് വെച്ച് വെച്ചാൽ ചുമന്നുകൊണ്ട് കിടക്കും. കഴുതയോടുകൂടി അങ്ങോട്ട് അല്ലാഹു ഉപമിച്ചത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4, 5 ഞാൻ വിശദീകരിക്കുന്നില്ല. 5-മതായിട്ട് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, ആ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളെ അവഗണിക്കുമ്പോ അല്ലാഹു തരുന്ന 5-മത്തെ ശിക്ഷ എന്താ? ഫഇൻ അറദൂ ഫഖുൽ അൻദർതുകും സാഇകതൻ മിസ്ല സാഇകതിൻ ആദിൻ വസമൂദ്. 5-മത്തെ ശിക്ഷ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മുൻഗാമികളായ സമുദായങ്ങൾക്ക് വന്ന് സംഭവിച്ചതുപോലെ അതിനോട് സമാനമായ വിപത്തുകൾ നിന്നെയും തേടി വരുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൊറോണയുടെ 3-മത്തെ വിഭാഗം ഓരോന്ന് കഴിയുമ്പോഴും പറയുന്നു ഡേഞ്ചറാ, ഡേഞ്ചറാ, ഇപ്പം അതിനെക്കാളും ഡേഞ്ചറാ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, എൻ്റെ ആയത്തുകളെ നീ അവഗണിക്കാതെ പോയപ്പോ സമൂദിനും മുൻഗാമികളായ ആദും സമൂദും ഇവർക്കൊക്കെ വന്നതുപോലെയുള്ള ഇതിനോട് സാമീപ്യമായിട്ടുള്ള പരീക്ഷണങ്ങൾ നിന്നെ തേടി വരും. നമ്മുടെ കയ്യിലിരിപ്പ് നേരെയാകാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും സുനാമിയും നിപയും ഇതുപോലെ തന്നെ കൊടുങ്കാറ്റും, ഇപ്പം അവസാനം കൊറോണയും തീരുന്നുണ്ടോ? 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതൊക്കെ കേട്ട് കേൾവിയുണ്ടോ? കൊറോണ നിങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പോൾ പ്രായമുള്ള പണ്ടത്തെ കാലത്തെങ്ങാനും കൊറോണ ഉണ്ടോ? ഉണ്ടോ? പണ്ടെന്തുണ്ടായിരുന്നു? പ്ലേഗ് രോഗമുണ്ടായിരുന്നു. പ്ലേഗ് എന്ന് പറയുന്ന ഒരു രോഗം അടുത്തു പോലും പോകില്ല ആരും. പ്ലേഗ് എന്ന് പറയുന്ന ഒരു ഖജാൻജിയാണോ ഇരിക്കുന്നത്? കാണാനില്ലായിരുന്നില്ല അപ്പ എന്നിവിടെ. അല്ലാഹു ആഫിയത്തിന്റെ ഭാഗ്യമായി അല്ലാഹു ആഫിയത്തിന്റെ കൊടുക്കുമാറാകട്ടെ. കണ്ടില്ല കേട്ടോ, കണ്ടു ചോദിച്ചേട്ടാ. നിങ്ങളെ തിരക്കി ഒരു ചങ്ങാതി നടക്കണുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. മുബാശക്കായി ഇന്നില്ലായിരുന്നില്ലേ? എവിടെ പോയിരുന്നു? എന്തായാലും കുറച്ച് പ്രതിഫലമുണ്ട് ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്താ പറഞ്ഞത്?
പണ്ട് പ്ലേഗ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. ഈ പഴയ ആൾക്കാരൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എന്തോ പൊതിഞ്ഞു കൊണ്ടുപോയി കബറടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ജനങ്ങൾ പടരുമെന്ന് പേടിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരത് പൊതിഞ്ഞു കൊണ്ടുപോയി കബറടക്കുന്ന ഒരു കാലം പണ്ടത്തെ വായനകളിലൊക്കെ എന്താന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴങ്ങനെ പ്ലേഗ് പോലെ തന്നെ ഇപ്പോഴും കൊറോണ വന്നു കഴിഞ്ഞാൽ ആരാപ്പ കുളിപ്പീരുണ്ടോ, നേരെ കാണലുണ്ടോ? കബറിനകത്തിട്ട് അടച്ചുകൊണ്ട് കബറടക്കുന്നൊരവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ അതിനോട് സമാനമായ അദാബുകൾ നമ്മൾ തേടി വരും. എന്തു ചെയ്യുമ്പോൾ? അള്ളാന്റെ ഖുർആനിനെ നിസ്സാരമാക്കുമ്പോൾ, ആ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അദാബുകൾ നമ്മളെ തേടി വരും. ഇനിയെങ്കിലും നമ്മൾ നന്നാക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറയുകയാണ്, ആറാമതായിട്ട് പടച്ചറപ്പ് തരുന്ന ശിക്ഷയെന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കുന്നവരോട്, അതിനെ പരിഗണിക്കാത്തവർക്ക് അള്ളാഹു കൊടുക്കുന്ന ആറാമത്തെ ശിക്ഷ, ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال ربي لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ അവഗണിക്കുന്നവര്, അതിനെ പരിഗണിക്കാത്തവര്, അള്ളാഹു നിനക്ക് തരുന്ന ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിന്റെ ജീവിതം അള്ളാഹു ഇടുക്കമാക്കുകയാണ്, അള്ളാഹു നിന്നെ ഞെരുക്കുകയാണ്, നിന്നെ സാമ്പത്തികമായി തകർക്കുകയാണ്, നിന്റെ കുടുംബത്തിന്റെ സമാധാനം കളയുകയാണ്, നിനക്ക് രോഗങ്ങൾ തരികയാണ്, ആരോഗ്യമായിട്ട് തകർക്കുകയാണ്, അല്ല നിന്നെ ഞെരുക്കുകയാണ്. പടച്ചവനെ, നല്ലവനെ പോലെ സന്തോഷത്തോടെ നടന്നിരുന്ന നിന്നെ അല്ലാഹു പിടിച്ചു ഞെരുക്കുകയാ. ഈ ദുനിയാവിലെ ജീവിതം ഇടുക്കമാക്കുകയാണ്. പടച്ച റബ്ബേ, പരലോക ജീവിതവും അല്ലാഹു ഞെരുക്കമാക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ? വളരെ സന്തോഷത്തോടെ പടച്ചവരെ ഭാര്യമക്കളുമായി നമ്മളൊക്കെ സന്തോഷത്തോടുകൂടി ജീവിച്ചവരാണ്. നല്ല പണമുണ്ടായിരുന്നു, കച്ചവടമുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു, സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളതിനെ പരിഗണിക്കാതെ വന്നപ്പോ, എന്തുകൊണ്ടാണടാ നിന്റെ വീടിനകത്ത് സമാധാനമില്ലാത്തത്? നിന്റെ സർവ്വതം തകർന്നു പോയതിന്റെ കാരണമെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നീ പരിഗണിക്കുന്നില്ലല്ലോ. വീടിന്റെ അലമാരിക്കകത്ത് അമൂല്യമായ നിധിയെ പോലെ ഖുർആൻ വച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് പരിശുദ്ധമായ ഖുർആൻ ഉണ്ടായിട്ട് ആ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാതെ വന്നാൽ, ആ ഖുർആനൊന്ന് തുറന്നു നോക്കാതെ വന്നാ, ആ ഖുർആൻ വീടിനകത്തിരുന്ന് കരയുകയാ, ആ ഖുർആൻ വീടിനകത്തിരുന്ന് തേങ്ങുകയാണ്. അത് ശാപമല്ലേ? അത് നിനക്ക് ശാപമല്ലേ? എന്തുകൊണ്ടാണ് നിനക്കത് മനസ്സിലാക്കാൻ കഴിയാത്തത്? എന്റെ അതിന്റെ മഹത്വം നിനക്കറിയാത്തത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്. പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം നിനക്കറിയുമല്ലോ. അതെങ്ങാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, പടച്ച റബ്ബേ, പേടിച്ച് വിറച്ചുകൊണ്ട് ആ പർവ്വതം പോലും അവിടെ നിന്ന് പൊടിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെയുള്ള വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ലേ? പടച്ചവനെ, ആ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്താ, എന്തിനാ
പരിശുദ്ധമായ ഖുർആൻ എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും അല്ലാഹുവിന്റെ ഖുർആൻ പടന്ന് ഖത്തം തീർത്ത് 300-ൽ പരം ഖത്തം എന്ന് ബോധി വെച്ചിട്ടുണ്ട്. ഇന്നീ സദസ്സിൽ വെച്ചുകൊണ്ട് ഹദിയ ചെയ്തിട്ട് ദുആ ചെയ്യുന്നത് എന്തിനാ? ഒരാള് ഖത്തം ചെയ്തിട്ട് ദുആ ചെയ്താൽ, ഒരാള് ഖുർആൻ ഖത്തം ഓതിയിട്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചില ആൾക്കാരുടെ കയ്യിൽ പിടിക്കുകയാ, ചിലരുടെ കയ്യിൽ പിടിക്കുകയാണ്. അവര് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ അവരുടെ ചാരത്ത് പോയി നിൽക്കുകയാണ്. ഒരു മനോഹരമായ രൂപത്തിൽ അവരുടെ കബറിന്റെ ചാരത്തുണ്ട്. തലയിൽ നിന്ന് മണ്ണ് തട്ടിക്കളഞ്ഞിട്ട് കബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അതാ ചോദിക്കുകയാ, നീ ആരാ? വാ മനുഷ്യാ, സ്വർഗത്തിൽ പോകാ, നിനക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാ, നിനക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാ. കബറിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്. പടച്ചവനെ, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തില് രണ്ടാമത് മൂതുമ്പോ കബർ പൊളിച്ച് എഴുന്നേക്കുമ്പോ അവിടെ നിന്ന് വിളിക്കുന്നു, വാ നിന്നെ കൊണ്ടുപോകാ. ആരാ? നീ ആരാ? ഞാൻ അല്ലാഹുവിന്റെ ഖുർആനാ. ആ ഖുർആൻ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് ഖുർആൻ പറയുന്നു, അല്ലാഹുവേ, ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഇവനെന്നെ ആദരിച്ചവനാ, ഇവനെന്നെ ബഹുമാനിച്ചവനാ, ഇവനെന്നെ പാരായണം ചെയ്തവനാ. പടച്ചവനെ, ഇവനെ സ്വർഗം കൊടുക്കണേ എന്ന് നിന്റെ വീടിന്റെ അലമാരിക്കകത്തിരിക്കുന്ന ആ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് എല്ലാ ദിവസവും ഓതുകയും അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത നാളെ ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഭയാനകമായ പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് ജനങ്ങൾ മുഴുവനും നഫ്സി നഫ്സി യാ വൈലതാ യാ ഹസ്രതാ ജനങ്ങളെ നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. പരസ്പരം കിടന്ന് ശപിക്കുകയാണ്, പരസ്പരം കിടന്ന് കുറ്റപ്പെടുത്തുകയാണ്, എല്ലാവരും എതിരാവുകയാ. അല്ലാഹുവേ, സ്വന്തം മക്കൾ ഉമ്മയ്ക്കെതിര്, വാപ്പയ്ക്കെതിര്, മക്കള് മാതാപിതാക്കൾക്കെതിര്, പടച്ചവനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാകുമ്പോ അവിടെ വെച്ച് പരസ്പരം കുറ്റപ്പെടുത്തുമ്പോ തിരിഞ്ഞു നോക്കാത്ത ദിവസമല്ലേ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ആരാരെ തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് വെച്ച പടച്ചവനെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാ, നിന്റെ കലാമാണ് റബ്ബേ. ഇവനെന്നെ ആദരിച്ചവനാണ്, ഇവളെന്നെ ഓതിയവളാണ്, എനിക്ക് സ്ഥാനം നൽകിയവളാണ്. പടച്ചവനെ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് ഖുർആൻ നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതിന് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാത്തവരോട് പറയുകയാ, നിന്റെ കച്ചവടം തകരാനുള്ള കാരണമെന്താ? സാമ്പത്തിക ഞെരുക്കം വരാനുള്ള കാരണമെന്താ? സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന വീടിനകത്ത് സമാധാനമില്ലല്ലോ, കുടുംബ ജീവിതം തകർന്നല്ലോ, ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടല്ലോ, ഒരുപാട് രോഗങ്ങൾ വന്നല്ലോ, ജീവിതമിടുങ്ങിയില്ലേ, ജീവിതമിടുങ്ങിയില്ലേ. അതിന്റെ കാരണമെന്താ? നിന്റെ വീടിന്റെ അകത്തിരിക്കുന്ന ഖുർആനിന്റെ ശാപമാ. ആ ഖുർആൻ നിനക്കെതിരെ ദുആ ചെയ്യുന്നത് കൊണ്ടാ. അതുകൊണ്ട് സഹോദരങ്ങള്, ഖുർആൻ പറയുന്നത് നിങ്ങൾ കേൾക്കണേ, നിങ്ങൾ അവഗണിക്കരുത്, നിങ്ങൾ പരിഗണിക്കാതെ തള്ളിക്കളയരുത്. നിങ്ങൾ ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷയാ, എങ്കിൽ ആഖിറത്തിലോ
വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഗ്നാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അന്ധനായിട്ട് വരികയാ അല്ലാഹുവിന്റെ പരലോകത്ത്. കണ്ണിന് കാഴ്ചയില്ലാത്തവനെ പോലെ അന്ധനെ പോലെ നീ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. അവിടെ വെച്ച് ചോദിക്കുകയാ ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്ത ബസീറാ. അല്ലാഹുവേ അല്ലാഹുവേ, എനിക്ക് ദുനിയാവിൽ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നല്ലോ അല്ലാ, എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ അല്ലാ. പടച്ച റബ്ബേ വഖദ് കുന്ത ബസീറാ, എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നല്ലോ അല്ലാ. ഇന്ന് ഞാൻ അന്ധനായി പോയല്ലോ, ഇന്നെന്റെ കണ്ണിന് കാഴ്ചയില്ലല്ലോ അല്ലാ. കാരണം എന്താണ് റബ്ബേ? ഖാല കദാലിക അതതുക ആയാതുനാ വനസീതഹാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ വനസീതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ നീ കേട്ടവനാ, കേൾക്കാത്തവനെ പോലെ നടന്നില്ലേ, കാണാത്തവനെ പോലെ നടന്നില്ലേ. എടാ പരിശുദ്ധമായ ഖുർആൻ ഓതാ നിനക്കല്ല കാഴ്ച തന്നല്ലോ, എന്തുകൊണ്ട് നീ ഓതിയില്ല? എന്തുകൊണ്ട് നീ ചിന്തിച്ചില്ല? ഇതെല്ലാം നിന്റെ കണ്ണിന്റെ മുന്നിലല്ല കാണിച്ചു തന്നല്ലോ. അന്ന് നീ പൊട്ടം കളിച്ചില്ലേ, അന്ന് അന്ധനെ പോലെ കഴിഞ്ഞില്ലേ, ചെവി കേൾക്കാത്തവനെ പോലെ നടന്നില്ലേ. എത്രയോ വയലുകള്, എത്രയോ ഉസ്താദന്മാർ തൊണ്ട പൊട്ടികെട്ട് ഖുർആനിന്റെ ആയത്തോതികെട്ട് നിനക്ക് പറഞ്ഞു തന്നല്ലോ. അനുസരിക്കാതിരുന്നത് അന്ന് അവഗണിച്ചവനല്ലോ, അന്ന് നിസാരമാക്കിയവനല്ലോ, അന്ന് പരിഗണിക്കാത്തവനല്ലോ. ഇന്ന് നീ ഇങ്ങനെ തന്നെ നടക്കടാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ. ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുവോ? അല്ലാഹു പറയുകയാ, അല്ലാഹു നിന്റെ ദുനിയാവും ആഖിറവും അല്ലാഹു ഇടുക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, മുത്തുനബി പറയുന്നു, നാളെ പരലോകത്ത് ഇവിടെ വെച്ച് നിന്റെ കച്ചവടം നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തു പറ്റി? പൈസയൊക്കെ എവിടെ പോയി? ആരോഗ്യമൊക്കെ എവിടെ പോയി? പടച്ചവനെ, പണ്ടുള്ള ഉമ്മമാരുടെ കണ്ണിന്റെ കാഴ്ച ശക്തി കണ്ടിട്ടുണ്ടോ? എന്തൊരു കാഴ്ചയാ! നിനക്കോ ദൂരെ കാഴ്ചയില്ല ഉസ്താദെ. ഉസ്താദെ 80 വയസ്സുള്ള ഉമ്മാമ്മമാരൊക്കെ ചൊറയുന്ന അടിപൊളിയായിട്ട് നടക്കുന്നു, നമ്മളോ നൊണ്ടി. പടച്ചവനെ, ഇരിക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ നമ്മുടെ അവസ്ഥ. നമുക്കിരിക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ, രോഗിയാ എപ്പോഴേ ലേപ്പാ ഇരിക്കണതിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടില്ലേ? എന്താ 100 വയസ്സുള്ളതുണ്ടാ? ചെറുപ്പക്കാർക്ക് പോലും ഇരിക്കാനും നിൽക്കാനും കുനിയാനും വയ്യ. രോഗങ്ങൾ, അവിടെ ജോയിന്റ് വേദന, ഇവിടെ വേദന, അവിടെ വേദന, കണ്ണിന്റെ കാഴ്ച പോകുന്നു, എന്തൊക്കെ പ്രശ്നം. പണ്ടുള്ളവരോ അല്ലേ, നിങ്ങളുടെ ഉമ്മാക്ക് റാഹത്തായിട്ടൊക്കെ, ഓരോ പ്രായമുള്ളവരൊക്കെ എന്ത് റാഹത്തായിട്ട്. നമ്മളൊരു വീട്ടിൽ പോയി ഒരു ഉമ്മയെ കണ്ടു, എത്രയോ പേര് നല്ല രീതിയിൽ നടക്കുന്ന സഹോദരങ്ങളെ, കാഴ്ചകൾ ശക്തിയുണ്ട്, ഒരു കുഴപ്പമില്ല. എത്രയോ പേർ. എന്തുകൊണ്ട് സഹോദരങ്ങളെ? അവർ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുമായിരുന്നു, അത് പറയുന്നത് അനുസരിക്കുമായിരുന്നു. നമ്മളോ സർവ്വതും അള്ളാഹു ഞെരുക്കി. എന്തുകൊണ്ട്? അലമാരിക്കകത്തിരുന്ന ഖുർആൻ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ നിനക്ക് സമാധാനം കിട്ടും? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുമാത്രമല്ല, ആഖിറത്തിലും നിനക്ക് ഭയാനകമായ, കണ്ണ് കാണൂല, ചെവി കേൾക്കൂല, അന്ധനായിട്ട് നീ തന്നെ ഒതുക്കല്ല. പൈപ്പാട് നല്ല കണ്ണിന് കാഴ്ചയൊക്കെയുള്ള ആളായിരുന്നല്ലോ അല്ല, ഇവിടെ വന്നപ്പോൾ എന്താ അല്ല? അന്ന് നീ പൊട്ടം കളിച്ചല്ലേ? അന്ന് നിന്റെയൊക്കെ ഉസ്താദൊക്കെ ഇങ്ങനെ പള്ളിക്ക് കൊറ, മദ്രസയ്ക്ക് കൊറ, പാവങ്ങൾക്ക് കൊറ. പിന്നെ പഠിച്ചാൻ എന്ത് പോടാ, ഓന് വേറെ പണിയൊന്നുമില്ല, വെള്ളിയാഴ്ച കയറി എന്നിട്ട് അങ്ങാർക്ക് വീട് പണിയാനല്ലേ അങ്ങാര് വിരിക്കുന്നത്. ഇതൊക്കെ തരും. നമ്മളങ്ങോട്ട് ഇറങ്ങിയിട്ട് ഓൻ കിടന്ന് എന്തൊക്കെ, അവനും കമ്മിറ്റിക്കാരുടെ കൂടെ കൂടിയിരിക്കുക, ഓൻ എന്തൊക്കെ കമ്മീഷൻ ഉണ്ട്, ഇതൊക്കെ തന്നെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ ചെല്ലുമ്പോൾ കാണാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു 7. ഉറക്കം വരുന്നുണ്ടോ? മടുപ്പ് വരുന്നുണ്ടോ? അത് ഖുർആൻ്റെ ആയത്ത് ഓതുമ്പോൾ അങ്ങനെ ഖുർആനിൻ്റെ കാര്യങ്ങൾ പറയും. എന്തെങ്കിലുമൊക്കെ തമാശ പറയുവാണെങ്കിൽ അൽഹംദുലില്ലാ, വല്ല ഗാനമേളൊക്കെ ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, വല്ല ചങ്ങനാശ്ശേരി നേർച്ചയ്ക്കൊക്കെ പോയാൽ ഇല്ലേപ്പാ, അവനെന്താ പറയുക,
ചന്ദനക്കുടത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ഉറക്കമായില്ലേ ഉപവാസന്നെ ഇല്ലേ അൻസാരി തന്നെ? പണ്ടൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നാരോ പറഞ്ഞു ഞങ്ങൾ ചന്ദനക്കുടത്തിന് വരുമ്പോൾ ഇവിടെ വന്നാൽ തിന്നണേന്നൊക്കെ. അതങ്ങനെ അന്ന് നമുക്ക് ഉറക്കമില്ല, അന്ന് ശിവരാത്രി നമുക്കൊക്കെ ഇല്ലേ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കിട്ടു നോക്ക് സഹോദര, ഖുർആൻ പറയുന്നു 7. ഞാനെല്ലാം ഖുർആനിൻ്റെ ആയത്ത് തന്നെ ഓതി, ഒറ്റ ഹദീസ് എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു പറയുന്ന 7ാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അവഗണിക്കുന്ന നിന്നെ അള്ളാഹു പിശാചിൻ്റെ അനുയായി ആയിട്ടങ്ങ് പ്രഖ്യാപിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നിന്നെ പിശാചിൻ്റെ അനുയായിയാക്കും. ഖുർആൻ പറയുകയാ, ഖാല ഫബിമാ അഗ്വൈതനീ ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ശാകിരീൻ. ഇബ്ലീസ് പറഞ്ഞു, നീ എന്നെ വഴിപിഴപ്പിച്ചതിൽ നിന്ന് ഞാൻ എങ്ങനെ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിന്നെ അള്ളാഹ് ഇബ്ലീസിന്റെ കൂട്ടത്തിൽ അങ്ങ് എഴുതിത്തള്ളും, പിന്നെ അവന്റെ അനുയായിയായിട്ട് നടക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അവന്റെ ഒരുപാട് അനുയായികളെ നമുക്കറിയാമല്ലോ. അവന്റെ ഒരുപാട് അനുയായികൾ ഇന്നില്ലേ? പരമനുഷ്യ ഇന്നുമില്ലേ? ഉറക്കപ്പറ ഇന്നുമില്ലേ? ഇത്ര ഇബ്ലീസിന്റെ അനുയായികളെ നമുക്ക് കാണാം. എങ്ങനെ ഉസ്താദെ, ഇബ്ലീസിനെ പുറത്താക്കാനുള്ള ഒരു ആയത്ത് പഠിപ്പിച്ചു തരട്ടെ. ഇബ്ലീസിനെ പുറത്താക്കാനുള്ള ഒരു ആയത്ത് പഠിപ്പിച്ചു തരട്ടെ. വേണോ? കൂടോത്രം വല്ലതും ചെയ്യണോ? മന്ത്രവാദം ചെയ്യണോ? മുട്ട കുറക്കണോ? തകിട് വേണോ? വെറ്റ വേണോ? ഒന്നും വേണ്ട. എവിടെയോ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദ് ഇത്രയും മുട്ട എവിടുന്ന ഉസ്താദ്? എപ്പോഴും നോക്കുമ്പോൾ കുപ്പിക്കകത്തുനിന്ന് തകിട് കിട്ടിക്കൊണ്ടിരിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ വല്ലതും ഒന്ന് അത്യാവശ്യമായിട്ട് ചെയ്യണം കേട്ടോ. എന്തോ കുഴപ്പമുണ്ട്. എനിക്കിവിടെ വഴുത് പറയുമ്പോൾ മാത്രം കോട്ടുപ വരും. വേറെ എവിടെ വഴുത് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാനിങ്ങനെ ചിന്തിക്കാൻ, ഇവിടെ വഴുത് പറയുമ്പോൾ മാത്രം എന്തോ ഒരു ശൈത്താൻ്റെ ശരീരത്ത് കയറുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും വരുമാറാകട്ടെ. അങ്ങനെ ഈ പള്ളിയിലൊക്കെ വന്ന് കയറി നിസ്കാരം തുടങ്ങിയാലല്ലേ ഇവിടെ കിടക്കുന്നവർക്കൊക്കെ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. ഇവിടെ ഇതിനകത്ത് കയറി നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങുമ്പോഴാണ് പള്ളിയല്ലേ ഇത് അല്ലേ? ആ പള്ളിക്കകത്ത് കയറി നിസ്കാരവും ഖുർആൻ ഓതലും ദിക്റുകളും സ്വലാത്തുകളും നല്ല കാര്യങ്ങളും നടക്കുമ്പോൾ കബറും കാട്ടി കിടക്കുന്നവർക്ക് സമാധാനം. അവർക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ അവർ നമ്മളെ തേടി ഇങ്ങോട്ടൊക്കെ വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലേ? അവരിങ്ങോട്ട് കയറി വരുമില്ലേ? വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാപ്പാ. ഒരു ദിവസം ഇവിടെ വന്ന് കടന്നു നോക്കിയാൽ മതി, അപ്പം അറിയാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ നല്ല കാര്യങ്ങൾ അൽഹംദുലില്ലാഹ്. അള്ളാഹു പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി പറഞ്ഞു തരട്ടെ. ഇൻഷാ അല്ലാഹ് പറയത്തില്ല ഉസ്താദെ, ഞാനും ശൈത്താനും തമ്മിൽ ചങ്കും കരളുവാണ്. ഓനെ നമ്മളിപ്പോൾ എങ്ങനെ മാറ്റുക? ഞങ്ങൾ തമ്മിലൊരു കിടപ്പോഷം വെച്ച് നോക്കുമ്പോൾ ഓനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും ബന്ധമായി ഇബ്ലീസുമായിട്ട് അല്ലേ? ചിലരൊക്കെ ഇങ്ങനെ ഹജ്ജിന് പോയിട്ട് ജംറയിൽ പോയി കല്ലെറിയും. ജംറയിൽ പോയി കല്ലെറിയുമ്പോൾ ശൈത്താൻ തന്നെ ചോദിക്കുക, അളിയ നീ എന്നെ എറിയുന്നോടാ, നമ്മൾ തമ്മിൽ ഇത് വേണോടാന്ന്. എടാ നീ എന്നെ എറിയുന്നോടാ, നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ചില ശൈത്താന്മാർ. നിങ്ങൾ ചിന്തിക്കണം, ഭയങ്കര ചിന്തിക്കേണ്ട കാര്യമുണ്ട്. മഹാനായ നബിയെ മക്കത്ത് പോയവർക്കറിയാം. മഹാനായ നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വീട് കഅബാലയത്തിന്റെ അവിടെ നിന്ന് നമുക്ക് കാണാം. കഅബാലയത്തിന്റെ പുറകുഭാഗത്ത് ഇങ്ങനെ ഒരു സൈഡിൽ മുത്തുനബിയുടെ വീട് ഇന്നുമുണ്ട്, നമുക്ക് കാണാം. അപ്പൊ ആ വീട്ടിൽ കിടന്ന പ്രവാചകൻ ബാങ്ക് വിളിച്ച നിസ്കരിക്കാൻ എവിടെ വരും? കഅബാലയത്തിൽ വരും. എന്നാൽ ആ കഅബയുടെ ഏറ്റവും അടുത്ത് കിടന്നത് ആരാ? അബൂജഹല്. ഓൻ പള്ളി വരുമോ? പറഞ്ഞങ്ങാതി. ആ കഅബാലയത്തിന്റെ ഏറ്റവും അടുത്ത് കിടന്ന ആളാരാ? അബൂജഹല. അതിനപ്പുറത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്. പ്രവാചകൻ അവിടുന്ന് നിസ്കരിക്കാൻ പള്ളി വരും. അബൂജഹലോ വരൂല. ഇന്ന് നിങ്ങൾ പോകുമ്പോൾ, മക്കത്ത് പോകുമ്പോൾ നോക്കിക്കോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്ന് മ്യൂസിയമായിട്ട് കാണാം. അബൂജഹലിന്റെ വീടിരുന്ന സ്ഥലത്താണ് ഇന്ന് ബാത്റൂം ഇരിക്കുന്നത്. 2000-ൽ പരം പേർക്ക് ഒരുമിച്ച് ബാത്റൂമിൽ പോകാൻ പറ്റുന്ന രീതിയിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും അങ്ങനത്തെ ആൾക്കാരില്ല. ഇവിടുത്തെ പള്ളി, പായിപ്പാട് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ അവിടെ ഇവിടൊക്കെ കിടക്കുന്നവർ വരും. ഈ മൂക്കിന്റെ താഴെ കിടക്കുന്നവർ വരുമോ? പലരിങ്ങനെ നോക്കിയ ഈ പരിസരത്ത് കിടക്കണം, പലരും വരൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇപ്പോഴും ഇല്ലേ അവന്റെ ആൾക്കാര്? നിങ്ങൾക്ക് എന്താ കാശ് വല്ലതും വേണോ? ഉള്ളത് പറയാം അല്ലേ? ചിന്തിച്ചു നോക്കി. ഏറ്റവും പള്ളിയോട് അടുത്ത് കിടക്കുന്നവർ, ഏറ്റവും ഇവിടുന്ന് ഓതന, സലീം ഉസ്താദ് കിടന്ന് തൊണ്ട പൊട്ടി ഓതന കേൾക്കാം ഇവിടൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പള്ളി വരാറുണ്ടോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയിലാണ് ജമാഅത്തായി നിസ്കരിക്കേണ്ടത്. പള്ളിയുടെ അടുത്തുള്ള ലാ സലാത്ത ലി ജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്, പള്ളിയുടെ അടുത്തുള്ളവൻ, പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലെ ജമാഅത്തുള്ളൂ എന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, ഈ അയൽവാസി എവിടാ നബിയെ? പള്ളിയുടെ അയൽവാസി എന്ന് പറഞ്ഞ ആരാ ഇപ്പൊ പള്ളിയുടെ അയൽവാസി? 40 വീടാണോ? നമ്മുടെ അയൽവാസി ആരാ? നമ്മുടെ അയൽവാസി ആരാ? നമ്മുടെ വീടിന്റെ 40 പറഞ്ഞങ്ങാതി 40 വീടില്ലേ? അയൽവാസി. അപ്പൊ പള്ളിയുടെ അയൽവാസി. മുസമ്മിൽ ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ ആ വിളി എവിടെയൊക്കെ കേൾക്കുന്നുണ്ടോ അവർ മുഴുവനും പള്ളിയുടെ അയൽവാസികളാ. അവർക്ക് എവിടെ നിസ്കാരമുള്ളൂ? പള്ളി വരണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ശൈത്താനെ ഇറക്കാനുള്ള എളുപ്പവഴി ആയത്തിൽ കുർസി പാരായണം ചെയ്യുക. അതാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തിൽ കുർസി എപ്പോഴും പഠിച്ചു വെച്ചോ. എവിടെങ്കിലൊക്കെ ചാടിക്കേറി പോകരുത്. ആ സമയത്തൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നവർ ഇങ്ങോട്ടൊക്കെ പോകുന്നവർ എന്ത് ചെയ്യണം? ഒരു ആയത്തിൽ കുർസി ഓതിയിട്ട് പോകും. എന്താ നിനക്ക് നഷ്ടം? എന്താ നിനക്ക്? ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പോകുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ വഴിയിലേക്ക് പോകുമ്പോ, ശൈത്താനിന്റെ ഉപദ്രവങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാകുന്ന സമയങ്ങളിലുള്ള യാത്രകൾ എങ്ങോട്ട് പോകുമ്പോഴും ഒരു ആയത്തിൽ കുർസി ഓതിയിട്ട് പോ. ശൈത്താനിൽ നിന്ന് നീ രക്ഷപ്പെടും. അല്ലാഹു കാക്കുമാറാകട്ടെ. പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മൾ അല്ലാഹു സംരക്ഷിക്കും. അതുകൊണ്ടാണല്ലോ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചിലരൊക്കെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും, കരയൊക്കെ ചെയ്യും. ആയത്തിൽ കുർസി ഓതി കയ്യിലൂതിയിട്ട് ചുറ്റുഭാഗം ഇങ്ങനെ വളയം ചെയ്തിട്ട് കിടന്നുറങ്ങാൻ കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എഴുന്നേക്കും, കരയും, ചാടി എഴുന്നേക്കും, ബഹളം വെക്കും. അപ്പൊ ആ കുട്ടികളെ ഒരായത്തിൽ കുർസി ഓതി അവരുടെ ശരീരത്തിലൂതി കയ്യിലൂതിയിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് വരയ്ക്കണം. ആ റൗണ്ടിന്റെ അകത്ത് ഇബ്ലീസ് കയറൂല, ഒരാളെ കയറത്തുള്ളൂ. ആര് കയറും മനുഷ്യ? ആ റൗണ്ടിന്റെ അകത്ത് ഒരാളെ മാത്രമേ കയറത്തുള്ളൂ. ആര്? നിങ്ങളെന്താ ഇപ്പൊ വെടികൊണ്ട പോലെ ഇരിക്കണേ? അതിനകത്ത് ആകെ ഒരാൾ മാത്രമേ കയറത്തുള്ളൂ. ആരായിരിക്കും? മലക്കുൽ മൗത്ത്, അസ്റായിൽ. ആ ചങ്ങാതിക്ക് വളയൊന്നും ഒരു കാര്യമില്ല. ആ അസ്റായിൽ അലൈഹിസ്സലാം മാത്രമേ അതിനകത്തോട്ട് കയറുകയുള്ളൂ, വേറെ ആരും കയറൂല. പറഞ്ഞാൽ ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാകില്ല എന്ന്. അതുകൊണ്ട് ആയത്തിൽ കുർസി എങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴും, ഒറ്റയ്ക്ക് നടക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും എപ്പോഴും ആയത്തിൽ കുർസി പാരായണം ചെയ്യ്. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടും. ഇതാരാ പഠിപ്പിച്ചേ? ശൈത്താൻ തന്നെ അബൂ ഹുറൈറ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശൈത്താൻ തന്നെയാണ് അബൂ ഹുറൈറയ്ക്ക് ഇത് പറഞ്ഞു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് പരിഗണിച്ചില്ലെങ്കിൽ നിന്നെ അള്ളാഹ് അവൻ്റെ ചങ്ങാതിയാക്കും, ഇബ്ലീസിന്റെ കൂട്ടുകാരനാക്കും. നിന്നെ ഈ അനുയായിയായി തീരും. അവസാനം പോയി അവന്റെ കൂടെ തന്നെ ആയി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. ഒരുപാട് നിങ്ങളൊന്ന് ചിന്തിക്കൂ സഹോദര. ഈ മൊബൈലൊക്കെ നമ്മൾ കയ്യിലെടുക്കുന്നുണ്ട്. നിങ്ങൾ മൊബൈൽ എടുത്തു വെച്ചിട്ട് ഈ ഖുർആൻ സൗദിയിലൊക്കെ ഓതുന്ന വീഡിയോകളൊന്ന് എടുത്തു നോക്ക്. തറാവിഹ് നിസ്കാരങ്ങളിലൊക്കെ ഖുർആൻ പാരായണങ്ങൾ, മക്കയിലും മദീനയൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യനും അല്ലാഹുവേ ആ ഖുർആൻ ഓതിയിട്ട് നിന്നിങ്ങനെ കരയാം. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ് ഓതുന്ന ആയത്തുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ മാസത്തിലൊക്കെ ഉംറയ്ക്ക് പോകുന്നവർക്കറിയാം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരിക്കലിങ്ങനെ പള്ളിക്ക് പോയപ്പോൾ, മക്കത്ത് പോയപ്പോൾ ഒരിക്കൽ സുദൈസ് ഇങ്ങനെ ഇമാമത്ത് നിൽക്കുമ്പോൾ എന്തൊരു മനോഹരമല്ല, ഇല്ലാത്ത ഒരു ലോകത്തെ ഏറ്റവും വലിയ സംഗീതം ഖുർആനാണ്. ഖുർആൻ കേൾക്കാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കും ഈ കൂറപ്പാട്ടുകളൊക്കെയാണെന്ന്. ചുമ്മാതെ എന്തൊക്കെ പാട്ടുകളാണ്, പച്ചത്തെറി വരെ പാട്ട് പാടുന്നുണ്ടല്ലേ, മോശമായ പാട്ടുകൾ. അതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിച്ചു വയ്ക്കേ. ഇതൊന്നുമല്ല ഖുർആൻ. ഒരു 4, 5, ഒരാഴ്ച നിങ്ങൾ ഖുർആൻ ഒന്ന് കേട്ടു നോക്കൂ. ഒരു വല്ലാത്ത ലഹരിയ. മനോഹരമായ രീതിയിൽ ഖുർആൻ പാരായണം ഇങ്ങനെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ കരയ സഹോദരങ്ങളെ. നമ്മളൊക്കെ അറ്റാക്ക് വന്ന് മരിക്കാറില്ലേ? ലോകത്താദ്യമായിട്ട് ഒരു സഹാബി അറ്റാക്ക് വന്ന് മരിച്ചു. ലോകത്താദ്യമായിട്ടൊരു സഹാബിയുടെ ഹൃദയം പൊട്ടി മരിച്ചു. തിന്ന് കൊഴുപ്പ് കൂടിയിട്ടല്ല. നമുക്കങ്ങനെ കൊളസ്ട്രോൾ കൂടിയിട്ട് നമുക്ക് അറ്റാക്ക് വരിക. നമുക്ക് കൊളസ്ട്രോൾ കൂടിയതിൻ്റെ പേരിൽ ആ സ്വഹാബി അവിടെ നിന്ന് ഹൃദയം പൊട്ടി മരിച്ചുപോയത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് കേട്ടപ്പോഴാണ്.
അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ കേട്ടപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയം പൊട്ടി മരിച്ചുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുക. എത്ര പേരെന്നറിയോ? ഇമാം മാലിക് തങ്ങളുടെ ഒരു അടിമയുടെ ചരിത്രം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഇമാം മാലിക് തങ്ങൾക്കൊരു അടിമയുണ്ടായിരുന്നു, വീട്ടിലെ ജോലിക്കാരനാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങൾ വന്നിട്ട് പറയുന്നു, മാലിക് തങ്ങളെ, നിങ്ങളുടെ അടിമ കള്ളനാ, നിങ്ങളുടെ അടിമ കള്ളനാ, മയ്യത്തുകളുടെ കഫൻ തുണി മോട്ടിക്കുന്നോ ഉണ്ടോന്നൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ അന്ന് പള്ളിക്കാട്ടിൽ പോകും, എല്ലാ ദിവസവും പോവില്ല. ആരെങ്കിലും മരിച്ചാലേ പോകത്തുള്ളൂ, അന്ന് മാത്രം പോകും. അപ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ജനങ്ങൾ പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ അടിമ കള്ളനല്ല, നല്ലവനാ, അള്ളാനെ പേടിച്ച് ജീവിക്കുന്നവനാ, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ജനങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മാലിക് തങ്ങൾക്കൊരു സംശയമായി തൻ്റെ അടിമയെക്കുറിച്ച്. അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു. ആ മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി. ഇമാം മാലിക് തങ്ങൾ അന്ന് രാത്രി ഉറങ്ങാതെ ഉറക്കം നടിച്ചു കിടന്നു. എന്തിനാണ് റബ്ബേ എൻ്റെ അടിമ പോകണത്? ഇവർ പറയണത് സത്യമാണല്ലോ, അറിയണമല്ലോ. ഇമാം മാലിക് തങ്ങൾ ഉറക്കം നടിച്ചു കിടന്നു. തൻ്റെ യജമാനൻ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ഈ അടിമ എഴുന്നേറ്റു. ഈ അടിമ ഇങ്ങനെ എഴുന്നേറ്റിട്ട് പള്ളിപ്പറമ്പിലേക്ക് പോകുകയാ. ഇമാം മാലിക് തങ്ങൾ പുറകെ പോയി. ഇമാം മാലിക് തങ്ങൾ പുറകെ പോയി. ഈ അടിമ ഇങ്ങനെ പോയിട്ട് പള്ളിയുടെ മൂലയിൽ പോയിട്ട് ഒരു ചങ്ങല എടുത്തു. പള്ളിയുടെ സൈഡിൽ കിടന്ന ഒരു ചങ്ങല എടുത്തിട്ട് അന്ന് കുഴിച്ച ഖബറിന്റെ ചാരത്ത് പോയി. എന്നിട്ട് മുട്ടുകുത്തിയിരുന്നു. ചങ്ങലയെടുത്ത് രണ്ട് കൈയും കെട്ടി. ചങ്ങലയെടുത്തിട്ട് രണ്ട് കൈയും കെട്ടി. എന്നിട്ട് ഈ അടിമ ഇങ്ങനെ അന്നത്തെ ആ പുതിയ മണ്ണ് അന്ന് കൊണ്ട് കബറടക്കിയ ആ കബറിന്റെ ചാരത്ത് രണ്ട് കയ്യിലും ചങ്ങല കെട്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓതുകയാ. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു എന്താണ് പടച്ചവനെ ഓതണമെന്നറിയാൻ, എന്താണ് ഈ അടിമ ചെയ്യുന്നതെന്നറിയാൻ ഇങ്ങനെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ഈ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, അല്ലാഹ് ഈ ഖബറിന്റെ അകത്ത് ഈ മനുഷ്യനോട് വിചാരണ ചെയ്യുകയാണ്. ഈ മനുഷ്യന്റെ ഖബറിലെ ഒന്നാമത്തെ രാത്രിയാണ്. പടച്ചവനെ, ഇതിനകത്ത് വിചാരണ നടക്കുകയാണെന്ന് എനിക്കറിയാ തമ്പുരാനെ. ഞാനൊരു പാവപ്പെട്ടവനാണ് റബ്ബേ, എന്റെ കയ്യിൽ ഒരുപാട് നന്മകളില്ല റബ്ബേ, ഒരുപാട് സദഖകളില്ല, ഒരുപാട് നിസ്കാരമില്ല, ഒരുപാട് ദിക്റുകളില്ല. ഞാനൊരു പാവപ്പെട്ടവനാണ്. എന്നെയും ഒരു ദിവസം ഇതുപോലെ ഖബറിന്റെ അകത്ത് കൊണ്ടു കടത്തുമെന്ന് എനിക്കറിയാമല്ലോ. പക്ഷേ എന്റെ കയ്യിൽ രക്ഷപ്പെടാനൊന്നുമില്ലല്ലോ. പക്ഷേ ഇന്ന് ഈ സമയത്ത് ഖബറിന്റെ അകത്ത് ചോദ്യം നടക്കുകയാണെന്ന് എനിക്കറിയാമല്ലോ. ഇന്നലദൈനാ അൻകാലം വജഹീമാ. തങ്ങളുടെ അടിമയുണ്ടല്ലോ, ആ ഖബറിന്റെ ചാരത്ത് പാതിരാത്രി പോയിരുന്നിട്ട് തന്റെ രണ്ട് കയ്യും ബന്ധിപ്പിച്ചു, ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് ആ ഖബറിന്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു കൊണ്ടോതുകയാ. ഇന്നലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ദാ ഉസ്സതിൻ വഅദാബൻ അലീമാ. ഭയാനകമായ ആയത്ത്. നരകത്തിന്റെ ചങ്ങലകളിൽ കെട്ടിയിട്ട് നാളെ മനുഷ്യനെ കൊണ്ടുവരുന്ന രംഗത്തെ കുറിച്ച് പറയുന്ന ആയത്ത്. ഈ ആയത്ത് ഓതിയിട്ടിരുന്ന് നിലവിളിക്കുകയാ. വീടിനകത്തിരുന്നല്ല, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പാതിരാത്രിയിൽ ഇമാം മാലിക് തങ്ങൾ ഓടുകയാ. ഇമാം മാലിക് തങ്ങൾ ഓടുകയാ. അല്ലാഹുവേ, ഈ മനുഷ്യനെയാണല്ലോ ഞാൻ കള്ളനെന്ന് കരുതിയത്. ജനങ്ങൾ ഈ മനുഷ്യനെയല്ലേ തെറ്റിദ്ധരിച്ചത്, ഈ മനുഷ്യനെയല്ലേ മോശക്കാരനാക്കി പറഞ്ഞത്. ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, നീ എന്റെ യജമാനനാ, ഇന്നു മുതൽ നീ എന്റെ അടിമയല്ല, ഞാൻ നിന്റെ അടിമയും നീ എന്റെ യജമാനനുമാ. എനിക്കിങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. രണ്ടുപേരും ഖബറിന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്നു. രണ്ടുപേരും ഈ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ കരയുകയാ. അവസാനം സുബഹിന്റെ സമയമായി. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടപ്പോ ഇമാം മാലിക് തങ്ങൾ തന്റെ മുന്നിൽ
മുന്നിലിരുന്ന മനുഷ്യനെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല, ആ അടിമയെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. ചെന്ന് ശരീരത്തെ തട്ടുമ്പോ അവിടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞു മരിച്ചു പോയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കിയതിന്റെ പേരിലാണ് അവർക്ക് പലർക്കും അറ്റാക്ക് വന്നത്. അവര് പലരും കരഞ്ഞു പോയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി നരച്ചത് എപ്പോഴും അറിയോ? വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയപ്പോഴാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനെ അവഗണിക്കല്ലേ, അതിനെ നിസാരമാക്കല്ലേ, അതിനെ പരിഗണിക്കണേ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണേ. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചാ അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു. അല്ലാഹു ഇഷ്ടപ്പെടാനുള്ള 10 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഖുർആൻ ഓതണം. ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അല്ലാഹുവിൻ്റെ കലാമാണ്, അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം. അതിന് കൊടുക്കേണ്ട സ്ഥാനം നീ കൊടുത്താൽ ഈ ലോകത്തിൻ്റെ അധിപനായ അല്ലാഹു നിന്നെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ റബ്ബിൻ്റെ സ്നേഹം കിട്ടുന്ന അടിമകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.